ചെറിയ നഗരങ്ങളിൽ പോലും ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. ഇന്ത്യയിലെ മഹാനഗരങ്ങളിലെ ഗതാഗതക്കുരുക്കിൽ വലയാത്ത മനുഷ്യർ ചുരുക്കമാണ്. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. കേരളത്തിലും സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് കൊച്ചിയിലെ കുരുക്ക് തന്നെ. ഏറ്റവും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ലോക നഗരങ്ങളുടെ പട്ടികയിൽ കൊച്ചിയും സ്ഥാനം പിടിച്ചു. തിരക്കേറിയ സമയത്ത് 10 കിലോമീറ്റർ കടക്കണമെങ്കിൽ കൊച്ചിയിൽ ശരാശരി 28 മിനിറ്റും 30 സെക്കൻഡും വേണം. ഈ കുരുക്കിൽ കുടുങ്ങുന്ന സ്ഥിരം യാത്രക്കാർ നിരവധിയാണ്. ഇത്തരത്തിൽ കുരുക്കിൽ പെടുന്നവർക്ക് വർഷത്തിൽ 78 മണിക്കൂർ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 62 രാജ്യങ്ങളിലായി 500 നഗരങ്ങളിലെ ട്രാഫിക് ട്രെൻഡുകളാണ് കണക്കാക്കിയത്. രാജ്യത്തെ ഏറ്റവും മോശം ട്രാഫിക് കുരുക്ക് കൊൽക്കത്തയിലാണ്. സിറ്റി ഓഫ് ജോയ് ഗതാഗതക്കുരുക്കിന്റെ കാര്യത്തിൽ ശോക നഗരമെന്ന് പറയാതെ വയ്യ. 34 മിനിറ്റും 33 സെക്കൻഡും കൊണ്ട് മാത്രമേ 10 കിലോമീറ്റർ ദൂരം കടക്കാൻ കഴിയൂ. വർഷത്തിൽ 110 മണിക്കൂറാണ് കൊൽക്കത്തക്കാർക്ക് ബ്ലോക്കിൽപ്പെട്ട് നഷ്ടമാകുന്നത്. ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള ബംഗളൂരുവിലെ കണക്ക് പരിശോധിക്കാം. 34 മിനിറ്റും 10 സെക്കൻഡും എടുത്താൽ തിരക്കേറിയ സമയത്ത് 10 കിലോമീറ്റർ അവിടെ പിന്നിടാം. പൂനെയിൽ 33 മിനിറ്റും 22 സെക്കൻഡും കൊണ്ട് 10 കിലോമീറ്റർ യാത്ര ചെയ്യാം. ഒരു വർഷത്തിൽ 108 മണിക്കൂറുകളാണ് നഗരത്തിലെ തിരക്കിൽ ജനങ്ങൾ ചിലവിടേണ്ടി വരുന്നത്. ചെന്നൈയിൽ 10 കിലോമീറ്ററിനായി 30 മിനിറ്റ് 20 സെക്കൻഡ് സഞ്ചരിക്കണം. വീതി കുറഞ്ഞ റോഡുകളാണ് ചെന്നൈയിലെ യാത്രാക്ലേശം ഇരട്ടിയാക്കുന്നത്. 31ാം സ്ഥാനത്താണ് ആഗോളതലത്തിൽ ചെന്നൈയുടെ സ്ഥാനം. വിപുലമായ പൊതുഗതാഗത സംവിധാനം ഉണ്ടായിരുന്നിട്ടും ജനസംഖ്യയും പരിമിതമായ റോഡുകളും കാരണം മുംബൈയിലെ ട്രാഫിക് ദുഷ്കരമായി മാറി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഡൽഹിയിലെ വെല്ലുവിളി. 10 കിലോമീറ്ററിന് 23 മിനിറ്റും 24 സെക്കൻഡും ചെലവഴിക്കണം. 122ാം സ്ഥാനത്താണ് ആഗോളതലത്തിൽ ഡൽഹിയുടെ സ്ഥാനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.